മാക്രോസ് യൂസ് ചെയ്തിട്ട് ഡാറ്റ ഫിൽട്ടർ ചെയ്യുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ബട്ടൺ തന്നിട്ടുണ്ട്. അതായത് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ക്ലിയർ ഫിൽട്ടർ എന്നീ പേരുകളുള്ള ബട്ടൺ. ഓക്കെ, എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ കണ്ണൂർ ക്ലിക്ക് ചെയ്യുമ്പോൾ, കണ്ണൂരിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ണൂരിൻ്റെ ഡാറ്റ മാത്രം ഫിൽട്ടർ ചെയ്ത് തരണം. തലശ്ശേരി ക്ലിക്ക് ചെയ്തിട്ട് തലശ്ശേരി മാത്രം ഫിൽട്ടർ ചെയ്യുക. കൂത്തുപറമ്പ് മാത്രം ഫിൽട്ടർ ചെയ്ത് തരണം. ഇനി ക്ലിയർ ഫിൽട്ടർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഫിൽട്ടർ ക്ലിയർ ആകണം. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം. അപ്പോൾ ഞാനിവിടെ മാക്രോസ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്രോസ് യൂസ് ചെയ്യേണ്ടി ആദ്യം നമ്മൾ ഡെവലപ്പർ ടാബിലേക്ക് പോകുന്നു. അവിടെ റെക്കോർഡ് മാക്രോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ മാക്രോൻ്റെ പേര് മാറ്റിയിട്ട് ജസ്റ്റ് കണ്ണൂരിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നു. പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ണൂരിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ലൊക്കേഷനിൽ പോയിട്ട് കണ്ണൂരിൻ്റെ ഡാറ്റ മാത്രം ജസ്റ്റ് ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, കണ്ണൂരിൻ്റെ ഡാറ്റ മാത്രം ഫിൽട്ടർ ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സൈഡിൽ പോയിട്ട് സ്റ്റോപ്പ് റെക്കോർഡിങ് കൊടുക്കുന്നു. അതായത് മാക്രോസ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം കണ്ണൂരിൻ്റെ സ്പേസിൽ പോയിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അത് കണ്ണൂരിൻ്റെ ബട്ടണിൽ നേരെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അസൈൻ മാക്രോ കൊടുക്കുന്നു. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച മാക്രോ, കണ്ണൂരിൽ നിന്ന് പേരുന്നുള്ള മാക്രോ കൊടുക്കുന്നു. എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ലൊക്കേഷൻ ക്ലിയർ ആക്കിയതിന് ശേഷം ഓക്കെ കണ്ണൂരിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ണൂരിൻ്റെ ഡാറ്റ മാത്രം ഫിൽട്ടർ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതേ രീതിയിൽ നമ്മൾ തലശ്ശേരിയും കൂത്തുപറമ്പും ക്രിയേറ്റ് ചെയ്യാം. ഇനി ക്ലിയർ ഫിൽട്ടർ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ഇതേ ഒരു കാര്യം കൂടി ചെയ്യാം. ഓക്കെ, ഒന്നും കൂടി മാക്രോയിലേക്ക് പോവുക. റെക്കോർഡ് മാക്രോ കൊടുക്കുന്നു. എന്നിട്ട് ക്ലിയർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ എന്ന് പേരുള്ള ഒരു മാക്രോ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷൻ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ലൊക്കേഷൻ ക്ലിയർ ആക്കുന്നു. സ്റ്റോപ്പ് റെക്കോർഡിങ് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ക്ലിയർ ഫിൽട്ടർ എന്നുള്ള ബട്ടണിൽ നേർക്ക് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അസൈൻ മാക്രോ കൊടുക്കുന്നു. നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത് വെച്ച ക്ലിയർ എന്നുള്ള മാക്രോ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, കണ്ണൂരിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ണൂരിൻ്റെ ഡാറ്റ മാത്രം ഫിൽട്ടർ ചെയ്ത് തന്നിട്ടുണ്ട്. ക്ലിയർ ഫിൽട്ടർ കൊടുത്താൽ ആ ഡാറ്റ ക്ലിയർ ആകും. ഓക്കെ, ആ ഒരു ഫിൽട്ടർ ക്ലിയർ ആകും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ തലശ്ശേരീൻ്റെ അസൈൻ ചെയ്യാം, മാക്രോ അസൈൻ ചെയ്യാം, കൂത്തുപറമ്പിൻ്റെ മാക്രോ അസൈൻ ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. ഓക്കെ.